അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് എന്നെ വളരെയേറെ ചിന്തിപ്പിക്കുകയും എന്നാൽ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു വ്ളോഗിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ചെയ്യുകയും ഞാൻ ആ വ്ളോഗ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ, നായികക്കു 40 വട്ടം അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറയാൻ വേണ്ടി മാത്രം നാവ് ഉപയോഗിച്ച് വിശുദ്ധ ഖുർആനെ പരിഹസിക്കാനും നിന്ദിക്കാനും മാത്രം, വേറെ ഒന്നിനും ഇരട്ടകളായ ആരിഫ് അലി എന്ന് പറയുന്നവനും ജാമിദ എന്ന് പറയുന്ന ആ പിഴച്ചവളും ടീച്ചറാണ് പോലും. എന്ത്, ആ 10ാം ക്ലാസ് പോലും യഥാർത്ഥത്തിൽ വിവരാവകാശ പ്രകാരം ചോദിക്കപ്പെട്ടപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് അവൾ 10ാം ക്ലാസ് പോലും ഫിനിഷ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇവൾ ടീച്ചറാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവൾ വെറുതെ എങ്കിലും സംഘപരിവാർ ലോബിക്ക് ഒരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ ടീച്ചർ എന്ന് പറയുകയാണ്. ഇവൾ ആദ്യകാലത്ത് ഒരു സലഫി അധ്യാപികയായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. എന്തോ പുളിക്കൽ ദാറുൽ എന്തോ ഒരു പറയുന്ന സലഫികളുടെ ഏതോ ഒരു കോളേജിൽ പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ സാധാരണ രീതിയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു തമാശ ചോദ്യമുണ്ട്. ഞാനും 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കോളേജിൽ പോയിട്ടുണ്ട് എന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കോളേജിൽ പോയതേ, ഞാൻ അങ്ങനെ പഠിക്കാൻ പോയതല്ല. എന്താടും എനിക്കൊരു വിവരവുമില്ലല്ലോ, കോളേജിൽ 3 കൊല്ലം പോയ എജ്ജെന്താ ഇങ്ങനെ, നിനക്ക് യാതൊരു വിദ്യാഭ്യാസവും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനവിടെ പാല് കൊണ്ടേ കൊടുക്കാൻ പോയതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജാമിദ യഥാർത്ഥത്തിൽ സലഫി കോളേജിലോ സലഫി സ്കൂളിലോ ഒന്നും പഠിച്ചിട്ടില്ല. എന്തോ 10ാം ക്ലാസ്സിൻ്റെ ഉള്ളിൽ അവൾ പഠിപ്പ് നിർത്തി അവളുടെ കയ്യിലെ കുരുത്തക്കേട് കൊണ്ട് അവൾ വൃത്തികെട്ട ഒരു രീതിയാണ്. അങ്ങനെ പിന്നെ എന്തോ ഈ സലഫികൾക്ക് മന്ദപ്പ് സലഫി നേതാക്കളാവും. അവർ ഇവരുടെ ഈ എന്താ പറയുക, അവർക്കനുസരിച്ച് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവളെ കൊണ്ടുവന്നിട്ട് സ്വാഭാവികമായിട്ടും ആ കോളേജിലോ മറ്റോ പഠിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ടാവും. അതോഞ്ഞ് എന്താണ് അതിന് സത്യം നന്നാകുമല്ലോ. കുറച്ച് കാലം കൊണ്ട് തന്നെ പിന്നീട് അവൾ എന്തു ചെയ്തു, അവൾ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന വെറുതെ ശേഖനൂരിൻ്റെ വഴിയിലാണ് എന്ന് പറഞ്ഞു. പിന്നീട് അവൾ ശേഖനൂരിനെയും തള്ളി പറഞ്ഞു. ഇപ്പോൾ അവൾ സംഘിപാളയത്തിലാണ്, ഞാൻ യുക്തിവാദിയാണ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. എന്നാൽ യുക്തിവാദി സാധാരണ എന്താണ് ചെയ്യാറ്? അല്ല, യുക്തിവാദികൾ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, കലാനാഥനൊക്കെ ഒരു യുക്തിവാദിയായിരുന്നു, ജോസഫ് ഇടമാർക്ക് യുക്തിവാദിയായിരുന്നു. അവരുടെ യുക്തിവാദത്തിനൊക്കെ ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സനൽ ഇടമറകുണ്ട്. അതുപോലെ തന്നെ കുറേ യുക്തിവാദികളുണ്ട്. അതോടൊപ്പം ആരിഫിൻ്റെയും ജാമിദയുടെയും യുക്തിവാദം ആളുകൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഒരു വിഭാഗത്തോട് മാത്രം ശത്രുത പുലർത്തി പരിഹസിക്കുക, നിന്ദിക്കുക, അതെന്ത് യുക്തിവാദം? അത് ശക്തമായിട്ട് ഇന്ന് സംഘികളുടെയും എന്താ പറയുക വൃത്തികേടുകൾ പുറത്തു വന്ന കാലത്ത് അവരെയാണ് വിമർശിക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാ പറ്റത്തുമുള്ള ഈശ്വര വിശ്വാസത്തെയും ഈശ്വര സങ്കല്പത്തെയുമാണ് ശക്തിമത്തായിട്ട് തുറന്ന് കാണിക്കേണ്ടത് യുക്തിവാദം. പക്ഷേ ഇത് കിട്ടിയ സമയത്ത് മുഴുവനും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന 500 ചില്ലം സബ്സ്ക്രൈബർ എന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് അടിച്ചു കയറ്റിയ സബ്സ്ക്രൈബർ ആവാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാൽ കേവലം ഒരു 20,000 സബ്സ്ക്രൈബറുള്ള എനിക്ക് പോലും യഥാർത്ഥത്തിൽ എൻ്റെ ഏറ്റവും താഴ്ന്ന വീഡിയോക്ക് പോലും ഏകദേശം ഒരു 800 വ്യൂസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്നെക്കാളും 10 ഇരട്ടിയല്ല ഉള്ളത്, ഒരു 30 ഇരട്ടി അല്ലെങ്കിൽ 25 ഇരട്ടി സബ്സ്ക്രൈബർ ഉള്ള ഫോളോവേഴ്സ് ഉള്ള ഈ ജാമിദക്ക് കേവലം 200-300 വ്യൂസ്. നിങ്ങൾ നോക്കി. അതുകൊണ്ട് തന്നെ അവൾ ഒരു 15-20, അവൾക്ക് വേറെ പണിയൊന്നുമില്ല. അവൾ നേരം വെളുത്ത് എണീക്കുക, മൃഗങ്ങളെ പോലെയാണ്. അവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾക്ക് സുബഹി നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾ, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലുള്ള അടുക്കള പിള്ളേർക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് കൊടുത്ത് ഇതല്ല, അതൊന്നുമില്ല അവൾക്ക്. അവൾ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്, ഞാൻ ഉമ്മാനെ നോക്കും, ഉമ്മ നിസ്കരിക്കും, ഉമ്മാൻ്റെ മുസല്ല വരെ ഞാൻ അടുത്ത് വെക്കണത്, എൻ്റെ ഭർത്താവുണ്ട്, മൂപ്പര് നിസ്കരിക്കും. അപ്പോൾ ആ നിസ്കരിക്കുന്ന മുസല്ല ഞാനാണ് ഒതുക്കി വെക്കാറ്. ഉമ്മ ഖുർആൻ ഓതും, എൻ്റെ ഭർത്താവ് ഖുർആൻ ഓതും, എൻ്റെ മോളെയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വളർത്തുന്നത്. അതപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള വടായികളൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക, ഈ മുസംഗിനിയായ ജാമിദ ഇപ്പോൾ ഓള് വമ്പിച്ച പരാജയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്ളോഗൊക്കെ ചെയ്തിട്ട് 15-20 വ്ളോഗ്. പിള്ളേർക്ക് ഭക്ഷണമില്ല, ഓള് ഉടുക്കണില്ല, കുളിക്കണില്ല, എന്താ നേരമില്ല. കാരണം വെറും 15-20 ഒരു വ്ളോഗും 2 വ്ളോഗും തന്നെ ചെയ്യുന്ന എനിക്കറിയാം എൻ്റെ അവസ്ഥ. കേവലം ഒരു ദിവസത്തിൻ്റെ സിംഹഭാഗം അതിന് വേണ്ടി പോകും. എന്താ വെച്ചാൽ അത് സ്ക്രിപ്റ്റ് തയ്യാറാക്കണം, പിന്നീട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, തമ്പനൈലുകൾ, അത് സേവ്, അപ്ലോഡ്, അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മിനിമം 3 മണിക്കൂർ എടുക്കും.
പിന്നെ ആൾക്കൊന്ന് വിശ്രമവും വേണ്ട കുറച്ച്. അപ്പോൾ രണ്ടൊക്കെ ചെയ്യുമ്പോഴോ ശരാശരി ഒരു വ്യക്തിക്ക് വേറെ ഒന്നിനും നേരമുണ്ടാവില്ല. അയാൾക്ക് നമ്മളൊക്കെ പറയുന്നത് പോലെ പ്രാഥമിക കൃത്യങ്ങൾ എന്ന് പറയുന്ന ഒരു കൃത്യമുണ്ടല്ലോ, അതുപോലും ചെയ്യാൻ പിന്നീടില്ലേ ഒരു സ്ത്രീക്ക് അലക്കണം, അവിടെ കുടുംബത്തെ ഒക്കെ വേണ്ട. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ നിന്ദിക്കാറുണ്ട് ഞാൻ, ചീത്ത പറയാറുണ്ട് ഞാൻ, ഖുർആൻ അങ്ങോട്ട് എടുത്ത് വലിച്ചെറിയാൻ പറയാറുണ്ട്. പക്ഷേ ഉമ്മാനായിട്ട് ഞാൻ നല്ലവൻ പോലെയാണ്. എൻ്റെ മോള് ഓതും, എൻ്റെ ഭർത്താവ് ഓതും, ഖുർആൻ ഓതുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോള് ഇപ്പം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക സമൂഹത്തോട്? മന്ദന്മാരല്ലേ സമൂഹം. മോൾക്ക് വിവാഹപ്രായം എത്തിയിരിക്കണം. ഏത് മദ്യപാനിയും ഏത് തമ്മാടിയും ഏത് വൃത്തികെട്ടവനും വേശ്യയും തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കും. നമ്മളുടെ ഉപ്പയാണെങ്കിലും ഉപ്പ സിഗരറ്റ് വലിക്കുമെങ്കിലും നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഉപ്പ യുദ്ധം അറിയും, എന്താണ്ടാ ചെയ്യണമെന്ന് ചോദിക്കും ഇല്ലേ? അധ്യാപകൻ സിഗരറ്റ് വലിക്കുന്ന അധ്യാപകൻ തന്നെ എന്തു ചെയ്യും? സിഗരറ്റ് വലിക്കുന്ന പിള്ളേരെ ശാസിക്കും. അപ്പോൾ എന്നതുപോലെ വൃത്തികേടും റസൂലിനെ നിന്ദിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മോള് അങ്ങനെ ശീലിച്ചാൽ പ്രശ്നമാണ്. മോൾക്കൊരു ജീവിതം കിട്ടണ്ടേ? ഈ RSSകാരൻ്റെ മോളെ കെട്ടിക്കൊണ്ട് പോകുമെന്നൊന്നും ജാമ്യത വിശ്വസിക്കുന്നില്ല, അത് നടക്കൂല. ഇനി ക്രിസംഗികൾ ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ നടക്കുമോ? അത് വലിയ പ്രശ്നമല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊതുസമൂഹത്തിൻ്റെ പൊതുധാരയിൽ ലയിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മോളെ ഇസ്ലാമികമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. നോക്കണം, ഖുർആൻ ഓതാൻ ഇപ്പോൾ ഏത് ചെക്കന്മാർ വന്ന് കാണാൻ വന്നാലും ഒന്ന് ചോദിക്കും, ജി എത്ര വരെ പഠിച്ച്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയോ, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കും. സാധാരണയാണ് 99% മുസ്ലിം സമുദായത്തിൽ അത് ചോദിക്കും. ഇനി ഹിന്ദുക്കളാണ് ഓൾക്ക് വരുന്നത് എന്ന് വിചാരിക്കുക. ഹിന്ദുക്കൾ സാധാരണ രീതിയിൽ മിശ്ര വിവാഹത്തിനോ മറ്റോ വന്ന് തന്നെ അതൊക്കെ ഓൾക്കേനെ തിരിയും, അതൊന്നും വേണ്ടത്ര ഗുണം പിടിക്കൂല എന്ന്. അപ്പോൾ ചോദിക്കും രാമായണം അറിയോ, മറ്റോ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, പെണ്ണ് കാണാൻ കണ്ണെഴുതിയിട്ടുണ്ട്, അതായത് എന്താ പറയുക, എഴുത്തും വായനയും അറിയുമോ എന്ന ചോദ്യത്തിന് ഞങ്ങളവിടെ ഒരു പെണ്ണിനോട് പുതിയാപ്പള ചോദിച്ചു പോലും, നിനക്ക് ഇനി വായിക്കാറുണ്ടോ എന്ന്. അപ്പോൾ പറഞ്ഞേ ഞാൻ തബല വായിക്കാറുണ്ട്, പിന്നെ എഴുത്തൊക്കെ എങ്ങനെയാണ്, സാഹിത്യകാരനാണ് ഈ ചെക്കൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ ചോദിച്ചതാണ്, എഴുത്ത് ഞാൻ കണ്ണെഴുതും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവളോട് ഈ പെണ്ണിനോട് ഇതൊക്കെ ചോദിച്ചാൽ ആ പെണ്ണിന് മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്ലാമിക പാഠങ്ങൾ വീട്ടിൽ ഒരു ഉസ്താദിനെ വരുത്തിയിട്ട് പഠിപ്പിക്കുകയാണെന്ന് പോലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സത്യമല്ലാകുവാനട്ടോ അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ പെൺകുട്ടിക്ക് ഭയങ്കര ഇതിൽ എന്ത് പറയുന്നുണ്ട്, വിവാഹാന്വേഷണമുണ്ട്, അതിനെ കെട്ടിക്കണം. അപ്പോൾ ആ കെട്ടിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യണം? ഇപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് തന്നെ കെട്ടിച്ചാലേ രക്ഷയുള്ളൂ ഓൾക്ക് തിരിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓളിപ്പോൾ ഒരു ഔറത്തൊക്കെ മറച്ച മാതിരി ഈ അമ്മ കുപ്പായമൊക്കെ ഒന്ന് ഒഴിവാക്കി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ കാണാം, അവളുടെ ഔറത്ത് മുഴുവനും വെളിവാക്കിയിട്ട് ഹിന്ദു സ്ത്രീയാണ് എന്ന് ഞാൻ വരുത്തി തീർക്കുന്ന രീതിയിലാണ് വ്ളോഗ് ചെയ്യാറ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ അമ്മ കുപ്പായം അഥവാ ഇതര മതസ്ഥരുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഡ്രസ് കോഡ് ഇപ്പോൾ മുസ്ലിം ഡ്രസ് കോഡാണ്. കാരണം ഫുൾ കൈയൊക്കെ ഇട്ട് പരമാവധി ശിരോവസ്ത്രം, ഹിജാബില്ലെങ്കിലും പരമാവധി ഭർത്താവിനൊപ്പമൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ തന്ത്രപരമായിട്ട് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല 16ഉം 17ഉം വ്ളോഗ് ചെയ്തിട്ട് പോലും അവൾക്ക് വളരെ റീച്ച് കുറവാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ ഇനി എന്താ വിഷയമില്ല, സംഘികളൊക്കെ ആദ്യം ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കണ്ടിരുന്നു. അക്കാലത്ത് എന്തെങ്കിലും വായിലേക്ക് അണ്ണാൻ കിട്ടിയിരുന്നു, നണ്ണാൻ കിട്ടി, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഈ 10-20 വ്ളോഗ് ചെയ്തിട്ട് ഓളെ എന്താ പറയുക, കണ്ണ് കടയിലും തലവേദനയുമാണ് അവൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് നണ്ണാനായിട്ടൊന്നും കിട്ടുന്നില്ല. മറ്റത് ഒരൊറ്റ എന്താ പറയുക മണിക്കൂറിൽ തന്നെ 100K 200K ഒക്കെ കിട്ടിയിരുന്ന അവൾ യൂട്യൂബ് അങ്ങനെയാണ്, ഇതിന് മൂല്യവത്തല്ല, അവളുടെ കണ്ടന്റ് ഇല്ല എന്ന് തോന്നൽ വന്നാൽ സ്വാഭാവികമായിട്ടും യൂട്യൂബ് റെക്കമെൻഡേഷൻ തരില്ല. അത് എത്ര പൊന്നും കട്ടയായാലും. പൊന്നും കട്ട നമ്മളെ പൊന്നും സൂചിയാണ് കണ്ണിൽ കുത്തുന്നതെങ്കിലും കേട് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ റീച്ചില്ല. അപ്പോൾ ഈ ഓളെ കൂടെയുള്ള VK ബൈജുവിനും റീച്ചില്ല. അപ്പോൾ ഇതിന് കണ്ടന്റ് ഇല്ല, എന്തെങ്കിലും തോന്നിയത് പറയാണ്. അപ്പോൾ ഇനി വിഷയദാരിദ്ര്യം വന്നു, എന്താ പറയേണ്ടത്? മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞു മടുത്തു, ഖുർആനെ പറ്റി പറഞ്ഞു മടുത്തു. ഇനി വേറൊന്നും ആവർത്തിച്ച് അതിനൊന്നും അർത്ഥമില്ല. വേറൊന്നും ഓള് പഠിച്ചിട്ടുമില്ല, പഠിക്കണമില്ല. അപ്പോഴാണ് ഈ പെണ്ണിൻ്റെ വിവാഹം വരുന്നത്. വണ്ടി വിൽക്കാൻ വെച്ച ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അഭിപ്രായം പറയുകയാണെങ്കിൽ അവളുടെ വണ്ടി സെയിലിന് വെച്ചാൽ ഇപ്പോൾ അവൾ പെട്ടിട്ടുള്ള മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായി അതും കാണണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജാമ്യത എത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി അതോടൊപ്പം തന്നെ ജാമ്യതയെക്കുറിച്ച് ഈ വല്ല സത്യാവസ്ഥകളും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റുകളിലായിട്ട് എന്നെയും കൂടെ ഒന്ന് അറിയിക്കുക. യഥാർത്ഥത്തിൽ ഞാൻ ഈ പറയുന്നതിൽ
മുഴുവൻ സത്യമാണോ, അതല്ല ഭാഗിക സത്യമാണോ, അതല്ല എന്താണ് അതിൻ്റെ സത്യം എന്നൊക്കെ നിങ്ങൾ അറിയിക്കണം കമൻറ്റിലൂടെ എന്നുകൂടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അവസ്ഥകൾ. കാരണം നമ്മളൊക്കെ പണ്ട് പറയുന്നത് പോലെ മരത്തിമ കയറിയിട്ടുള്ളവനും സമ്മാനം വാങ്ങാൻ താഴെ വരണമെന്ന് പറഞ്ഞതുപോലെ ഇവളിപ്പോൾ വലിയ ഉയരത്തിലാണ് ഞാൻ എന്ന് പറയണമെങ്കിൽ ഓള് സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം മോളെ കെട്ടിക്കണമെങ്കിൽ. ചെക്കനും ഉണ്ട്, ഓനക്കും പെണ്ണിട്ടണെങ്കിൽ അത് ഇത്തരത്തിൽ സംഖ്യയൊന്നും ആയിട്ട് വേശിയൊന്നും പറ്റില്ല, നടക്കൂല അത്. കാരണം ഒരു സമൂഹത്തിൽ എത്ര മോശപ്പെട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേശ്യ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു മരുമകളാണ്. സാജി പറഞ്ഞതുപോലെ എൻ്റെ മക്കൾ കൊണ്ടുപോയിട്ട് ഏതിനെ പിടിച്ചു കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ അല്ല. അവൾക്ക് ബുദ്ധി ചായണ്ട, ജാമ്യത ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ജാമ്യത പറയുന്നത് എനിക്ക് എൻ്റെ മകൻ്റെ വിവാഹം വരാൻ പോകുന്നുണ്ട്, ഓളും നല്ല ഒരു സ്ത്രീയെ കൊണ്ടുവരണം, അതോടൊപ്പം തന്നെ മകളുണ്ട്, അവളും നല്ലൊരു ഭർത്താവ് മരുമകൻ വരണം, അങ്ങനെ ഒരു കുടുംബ സാഹചര്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഉള്ളിൽ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതും ഒക്കെ സംഭവിക്കുന്നത്. എന്തോ നണ്ണാൻ വേണ്ടി നബിയെ ചീത്ത പറഞ്ഞാൽ, ഖുർആനെ ചീത്ത പറഞ്ഞാൽ തനിക്ക് നല്ല റീച്ച് കിട്ടി ഇനി വേണമെങ്കിൽ കേന്ദ്രമന്ത്രി വരെ ആവാമെന്നൊക്കെ ഒരു സമയത്ത് അവൾ കരുതി കാണും. ഈ സുരേഷ് ഗോപിയൊക്കെ ജയിച്ചു പോയല്ലോ. അതുപോലെ ഏതോ ഒരു ഉടായിപ്പ് പെണ്ണ് വന്നിട്ട് തൃശ്ശൂർ എന്താ പറയുക വയനാട്ടിലൊക്കെ മത്സരിക്കാൻ വന്നി, എന്താ സ്ത്രീയുടെ പേര് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നതുപോലെ തനിക്ക് ഇനി BJPയിൽ ഒരു തട്ടകം കിട്ടി. അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ എന്താ പറയുക, ഈ മുരളിയുടെ സഹോദരി പത്മജ, ഇപ്പോൾ ഓളെ ഒരു അഡ്രസ്സും ഇല്ല, അതൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്, വേപ്പിലെ പോലെയാണ്. അതോടൊപ്പം അനിൽ ആൻ്റണി കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളിൽ കുറഞ്ഞതൊന്നും ഇവർക്ക് പൂതിയില്ല, പക്ഷേ ഒരു പ്യൂണിൻ്റെ പണി പോലും കിട്ടിയിട്ടുമില്ല. അങ്ങനെ അപ്പോൾ എന്നതുപോലെ അവർക്ക് കൊടുത്തതിന് ശേഷമല്ലേ ഇനി വല്ലതും ജാമ്യതയ്ക്ക് കിട്ടുള്ളൂ, ആരിഫിന് കിട്ടുള്ളൂ, ഉറപ്പല്ലേ? അപ്പോൾ അവർ വിചാരിച്ച അവരുടെ സ്വപ്നങ്ങളൊന്നും പൂവണിയൊന്നുമില്ല. അപ്പോൾ തിരിച്ച് തന്ത്രങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.